റെഡി ടു ഫെയിൽ. നമുക്കിവിടെ രണ്ടാൾക്കാർ എക്സാമ്പിൾസ് ആയിട്ട് എടുക്കാം. അതിൽ രണ്ടുപേർക്കും ബിസിനസ് ചെയ്യാനാണ് താല്പര്യം, അതോടൊപ്പം തന്നെ അവർക്ക് കുറെ ഡ്രീംസ് ഒക്കെ അവരുടെ ലൈഫിൽ അച്ചീവ് ചെയ്യാനായിട്ട് നല്ല താല്പര്യമുള്ള ആൾക്കാരാണ് രണ്ടുപേരും. അതിൽ ഫസ്റ്റ് ആളെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ബിസിനസ്സിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്, റിസർച്ച് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ അവിടെ ഭയങ്കര ഫിയറാണ്, അല്ലെങ്കിൽ ഫെയിൽ ആകുമോ എന്നുള്ളൊരു ഫിയറാണ് അവിടെ. രണ്ടാമത്തെ ആൾ അയാളുടെ കയ്യിലുള്ള ചെറിയ ക്യാപിറ്റൽ യൂസ് ചെയ്തുകൊണ്ട് അയാളുടെ ആ ഒരു ഡ്രീം ബിസിനസ് പതിയെ ബിൽഡ് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ എന്ത് ചെയ്ത് ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ തുടങ്ങി. ബട്ട് ആ ഒരു സെക്കൻഡ് ആൾ ബിസിനസ് തുടങ്ങിയ ആ ഒരു മന്ത് തന്നെ ഫുള്ള് ലോസിലായിരുന്നു. ബട്ട് ഹി ലേൺ. എന്നിട്ടൊരു 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ ക്യാപിറ്റലും വാഷ് ഔട്ടായി പോയി. ബട്ട് ഹി ലേൺ. ആ ഒരു സമയമൊക്കെ കുറേ ആൾക്കാരെ മോക്ക് ചെയ്യാനും അതുപോലെ തന്നെ കുറ്റം പറയാനും പുറകിൽ നിന്ന് ലാഫ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ആ ഒരു സമയത്തും അവൻ്റെ ആ ഒരു കോൺഫിഡൻസ് വിടാണ്ട് അവൻ മൂവ് ഓൺ ചെയ്തുകൊണ്ടിരുന്നു. ബട്ട് ഇപ്പോഴും ആ ഒരു ഫസ്റ്റ് ആളെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള പ്ലാനിങ്ങാണ്, ഒരു സ്റ്റെപ്പും ഇതുവരെ എടുത്തിട്ടില്ല. എന്നിട്ടൊരു 1.5 വർഷമൊക്കെ കഴിഞ്ഞ സമയത്ത് ആ ഒരു സെക്കൻഡ് ആൾ എന്ത് ചെയ്ത് പതിയെ സക്സസ്ഫുൾ ആകാൻ തുടങ്ങി, അല്ലെങ്കിൽ പതിയെ സ്റ്റെപ്പ് അപ്പ് ആകാൻ തുടങ്ങി. പതിയെ അവൻ്റെ ബിസിനസ് എന്ത് ചെയ്ത് ഗ്രോ ചെയ്തുകൊണ്ടിരുന്നു. ബട്ട് ഇപ്പോഴും ആ ഒരു ഫസ്റ്റ് ആൾ പ്ലാനിങ്ങിലാണ്. ഇപ്പോഴും ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഫിയർ കാരണം ഇപ്പോഴും ഭയങ്കരമായിട്ടുള്ള പ്ലാനിങ്ങിലാണ്. തുടങ്ങണമെന്നുണ്ട്, പക്ഷേ ആ ഒരു ഫിയർ കാരണം ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എല്ലാവർക്കും വേണ്ടത് സക്സസ് ആണ്, ബട്ട് ആർക്കും ഫെയിലിയർ വേണ്ട, അല്ലെങ്കിൽ ഫെയിലിയർ അക്സെപ്റ്റ് ചെയ്യാൻ ആരും റെഡിയല്ല. നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഫെയിൽ ആവാണ്ട് നമ്മൾ ഒരിടത്തും എത്തൂല. ഈവൻ നിങ്ങളുടെ ബിസിനസ്സിലായാലും, നിങ്ങളുടെ ജോബിലായാലും, ഈവൻ നിങ്ങളുടെ സ്റ്റഡീസിലായാലും.